നമ്മുടെ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ ആണ്. ആദ്യം നമ്മൾ ലിങ്ക് കോപ്പി ചെയ്ത് നമ്മൾ കൈപ്പിടിക്കുക. അതിനുശേഷം നമ്മൾ ടോക്കൺ പോക്കറ്റ് വാലറ്റിൽ പോവുക. വാലറ്റിൽ നമുക്കവിടെ എന്ത് വേണം, നമുക്ക് ബേസിക് പാക്കേജ് ചെയ്യാനായിട്ടുള്ള $50 വേണം. അവിടെ കുറച്ച് BNB വേണം. BNB എന്തിനാണ്, നമ്മുടെ ഗ്യാസ് ഫീ പോകാനാണ്. അതായത് ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ചെറിയൊരു ട്രാൻസാക്ഷൻ ചാർജും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, കാരണം BNB നെറ്റ്വർക്കാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്നത് ടോക്കൺ പോക്കറ്റ് വാലറ്റാണ് കേട്ടോ. അതിന് ശേഷം താഴെ കാണുന്ന ഡിസ്കവർ ക്ലിക്ക് ചെയ്യുക. അതിൽ 4ാമത്തെ ഓപ്ഷൻ ഡിസ്കവർ, ഈ കാണുന്ന ഡിസ്കവർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ചിൽ നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഗോ ടു, അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണാം ഒരു ഏരോ മാർക്ക് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വന്നു. പിന്നെ കണക്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണക്റ്റ് വാലറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ട വിധം. ഇപ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ട് ഇൻവൈറ്റഡ് ബൈ മാളവിക എന്ന് കാണാം. അപ്പോൾ ആരാണോ ഇൻവൈറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഡാഷ്ബോർഡ് ഓപ്പണായി. അതിന് ശേഷം ഈ 3 ലൈൻ റൈറ്റ് സൈഡിലാണ് 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്ലാൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാലറ്റ് കണക്റ്റഡ് ആയിട്ട് കാണിക്കും. അവിടെ USDT ബാലൻസും വാലറ്റിലുള്ള ഫണ്ടും കാണിക്കും. അപ്പോൾ ബേസിക് പാക്കേജ്, അതിന് താഴെ പർച്ചേസ് ടോപ്പ് പ്ലാൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ ഇവിടെ ഫീ പോകണണ്ട, BNB ഫീ പോകുന്നുണ്ട്. കൺഫേം കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തിരുന്നു, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൺഫേം കൊടുക്കുക. സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അവിടെ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഓക്കെ, പ്ലാൻ പർച്ചേസ് സക്സസ്ഫുള്ളി. കൺഫേം കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡാഷ്ബോർഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സ്മാർട്ട് കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ടോട്ടൽ അസറ്റ് 50. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ ആക്ടിവേഷനായി ബേസിക് പാക്കേജ്. നാളെ മുതൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടുഡേ TP കാണണ്ട, ഇതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറയും. അവിടെ കാണിക്കും നാളത്തെ പ്രോഫിറ്റ് എത്രയാണ്. അങ്ങനെ തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എത്രയാണ്, $50. $50ൻ്റെ 0.7% മുതൽ 1.2% വരെ നമുക്ക് എല്ലാ വർക്കിംഗ് ഡേയ്സും കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ എനർജി ബാർ കാണണ്ട 100%. അപ്പോൾ നമ്മുടെ പാക്കേജ് കഴിയാറായോ എന്നുള്ള അവസ്ഥ നമുക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കാരണം ഇത് നമുക്ക് ഡെയിലി ROI കയറി തുടങ്ങുമ്പോൾ